ആർ.ജി. കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി എന്ന് കരുതുന്ന സഞ്ജയ് റോയിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ട് അന്വേഷണ സംഘം. ജൂനിയർ ഡോക്ടർ ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയായ കൊല ചെയ്യപ്പെട്ട രാത്രിയിൽ ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ നിന്ന് ഇയാൾ ഇറങ്ങി വരുന്ന ദൃശ്യമാണ് പുറത്തുവന്നിട്ടുള്ളത്. കൃത്യം നടന്ന ഓഗസ്റ്റ് 9 പുലർച്ചെ 1 മണിക്കുള്ള ദൃശ്യങ്ങളാണിത്. CCTV ദൃശ്യങ്ങളനുസരിച്ച് രാത്രി 1:03 ഇയാൾ സെമിനാർ ഹാളിൽ പ്രവേശിച്ചത്. സെമിനാർ ഹാളിൽ വെച്ചാണ് അന്ന് അർദ്ധരാത്രി ജൂനിയർ ഡോക്ടറെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടതും കൊല ചെയ്യപ്പെട്ടതും. മൃതദേഹ സമീപത്ത് നിന്ന് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കണ്ടെടുത്തതായി അന്വേഷണ സംഘം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സെമിനാർ ഹാളിലേക്ക് പ്രവേശിക്കുന്ന സഞ്ജയ് റോയിയുടെ കഴുത്തിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വ്യക്തമായി കാണാം. ചോദ്യം ചെയ്യലിൽ പോലീസ് CCTV തെളിവുകൾ സഞ്ജയെ കാണിച്ചിരുന്നു. തുടർന്ന് ഇയാൾ കുറ്റം സമ്മതിച്ചതായി വൃത്തങ്ങൾ അറിയിച്ചു. ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ദിവസം രാത്രി ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് സഞ്ജയ് റോയ് കൊൽക്കത്തയിലെ 2 വേശ്യാലയങ്ങളിൽ പോയിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. ഓഗസ്റ്റ് 8 രാത്രി സൊനാഗച്ചി റെഡ് ലൈറ്റ് ഏരിയയിൽ പോയ ഇയാൾ മദ്യം കുടിച്ച് 2 വേശ്യാലയങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി സന്ദർശിച്ചതായി വൃത്തങ്ങൾ അറിയിച്ചു. തുടർന്ന് അർദ്ധരാത്രിക്ക് ശേഷം ആശുപത്രിയിലേക്ക് പോയി ജൂനിയർ ഡോക്ടറെ ഉറങ്ങാൻ കിടന്ന സെമിനാർ ഹാളിലേക്ക് ഇയാൾ പ്രവേശിക്കുന്നതും പുറത്തിറങ്ങുന്നതും CCTVയിൽ വ്യക്തമാണ്. സഞ്ജയ് റോയിയുടെ നുണപരിശോധന നടത്താൻ കൊൽക്കത്തയിലെ പ്രത്യേക കോടതി കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു. മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെയും ഓഗസ്റ്റ് 8-9 ഇടയ്ക്ക് രാത്രിയിൽ ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റ് 4 ഡോക്ടർമാരെയും നുണപരിശോധനയ്ക്ക് വിധേയരാക്കാനും കോടതി അനുമതി നൽകിയിട്ടുണ്ട്. സംഭവ ദിവസം ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പായി ഇയാൾ മദ്യപിക്കുകയും 2 വേശ്യാലയങ്ങളിൽ പോയതായും അന്വേഷണ സംഘവും കണ്ടെത്തിയിരുന്നു. 8-ാം തീയതി രാത്രി സൊനാഗച്ചി റെഡ് സ്ട്രീറ്റിലെത്തിയ ശേഷം മദ്യപിച്ച ശേഷമാണ് ഇയാൾ ആശുപത്രിയിലേക്ക് ചെല്ലുന്നതും ഇതാണ് പോലീസ് പിന്നീട് കണ്ടെത്തിയത്. കടുത്ത അശ്ലീല വൈകൃതങ്ങൾക്ക് അടിമയാണ് ഇയാളെന്നാണ് CBI ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നത്. അശ്ലീല ചിത്രങ്ങൾ പതിവായി കാണുന്ന പ്രതിക്ക് ചെയ്ത കുറ്റകൃത്യങ്ങളിൽ കുറ്റബോധമില്ല എന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ആശുപത്രിയിൽ മണിക്കൂറുകൾ നീണ്ട ജോലിക്ക് ശേഷം വിശ്രമിക്കാനായി സെമിനാർ ഹാളിലെത്തിയ യുവതിയെ സഞ്ജയ് റോയി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾ സെമിനാർ ഹാളിലേക്ക് കയറുന്നതിൻ്റെയും പുറത്തിറങ്ങുന്നതിൻ്റെയും CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളതും. യുവതിക്ക് നീതി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധ സമരങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അതേസമയം ആശുപത്രിക്ക് മുന്നിൽ ജൂനിയർ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭവും ആരംഭിച്ചിട്ടുണ്ട്. ആർ.ജി. കർ മെഡിക്കൽ കോളേജ് അടക്കം കൊൽക്കത്തയിൽ പ്രവർത്തിക്കുന്ന 6 സ്ഥാപനങ്ങൾ കൂടി ഈ ജനകീയ പ്രക്ഷോഭത്തിൽ അണിനിരക്കുന്നുണ്ട്. കൊലപാതകത്തിന് പിന്നിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് സഹപാഠികളുടെ ആരോപണം. കഴിഞ്ഞ ദിവസം സമരസമിതി നേതാക്കൾ CBI ഓഫീസിലെത്തി അന്വേഷണ വിവരങ്ങൾ ചോദിച്ചിരുന്നു. മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ തുടർച്ചയായി ഇന്നും ചോദ്യം ചെയ്യുന്നുണ്ട്. ഘോഷിന്റെ ചോദ്യം ചെയ്യൽ 9-ാം ദിവസത്തേക്ക് കടക്കുകയാണ്. ആരോപണങ്ങൾ അന്വേഷിക്കാനും കൊൽക്കത്ത ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഘോഷിന്റെ നുണപരിശോധനയും നേരത്തെ കോടതി അനുമതി നൽകിയിരുന്നു. കൊല്ലപ്പെട്ട ഡോക്ടറുടെ 5 സുഹൃത്തുക്കളെയും നുണപരിശോധനയ്ക്ക് വിധേയരാക്കാൻ കോടതി അനുവാദം നൽകിയിട്ടുണ്ട്. സന്ദീപ് ഘോഷിന്റെ മൊഴികളിൽ വൈധൂര്യമുണ്ടെന്നാണ് CBIയുടെ കണ്ടെത്തൽ. കൊലപാതകത്തിന് ശേഷമുള്ള ആശുപത്രി നടപടികൾ സംബന്ധിച്ച് CBI സംശയം ഉന്നയിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നുണപരിശോധനയ്ക്ക് കൂടി അനുമതി നേടിയിരിക്കുന്നത്.